ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന എല്ലാവർക്കും എപ്പോഴെങ്കിലും ആവശ്യമുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പം മറക്കാതെ ഒന്ന് സേവ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾ തമ്മിലേനെ കണ്ട പോലെ നമുക്ക് സിമ്പിളായിട്ട് PDF എഡിറ്റ് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ ആവശ്യം മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ ഡ്രൈവ്സ് ഉണ്ടാവും അല്ലേ? കാരണം ഗൂഗിൾ യൂസ് ചെയ്യാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഉള്ളവരായിരിക്കും എല്ലാവരും തന്നെ ഉള്ളത്. അപ്പം അറിയത്തില്ലാത്തവർ ഈ വീഡിയോ അവസാനം വരെ കാണുക. സിമ്പിൾ പരിപാടിയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പിലിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു PDF-ൻ്റെ. അപ്പോൾ താഴെ കുറച്ച് കറക്ഷൻസ് ഒക്കെ വരുന്ന PDF എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് പറ്റിയൊരു വീഡിയോ ആണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെൻ്റെ മെയിലാണ്. അപ്പം ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു. മെയിൽ ഓപ്പൺ ചെയ്തിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ ഒരു 3-4 ഗൂഗിൾ ആപ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കണ്ടോ? റൈറ്റ് സൈഡിൽ നമുക്ക് ഞാൻ കാണിച്ചാൽ കണ്ടോ, റൈറ്റ് സൈഡിൽ നമുക്കൊരു മൂന്ന് ആപ്സ് ഡോട്ട്സ് കിട്ടുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലും ഉണ്ട് ഡ്രൈവ്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫോണിൽ കൂടെ ആണെങ്കിൽ ഫോണിൽ കൂടെ ചെയ്യാം. സിസ്റ്റം എനിക്ക് PC ഉള്ളതുകൊണ്ട് ഞാൻ രീതി ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഗൂഗിൾ ഡ്രൈവ് എടുത്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഞാനിവിടെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഏത് PDF ആണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫയൽ അപ്ലോഡ്, അല്ലെങ്കിൽ നേരെ പോയാൽ ഫോൾഡറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ കിടക്കുന്നത് ആ PDF വലിച്ച് ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാമ്പിളിന് വേണ്ടി PDF എടുത്ത് എവിടെയാണെന്നല്ല, PDF റെസ്യൂമൊക്കെ നമ്മുടെ കുറേ റെസ്യൂംസൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളതാണ് ഇത് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് സാമ്പിളിന് വേണ്ടി ഇതുണ്ടോ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. നമുക്ക് ഇഷ്ടംമാതിരി PDF ഉണ്ട്, ലോഡ് മോറൊക്കെ കൊടുത്ത് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു സാമ്പിളിന് വേണ്ടി ഞാൻ ഈ ഫസ്റ്റ് വണ്ണാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെന്ന് തോന്നുന്നു. അതെ, ഫസ്റ്റ് വണ്ണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്ലോഡ് ചെയ്തിട്ട് ഇനിയാണ് അതിൻ്റെ ട്രിക്ക് ഇരിക്കുന്നത്. നേരെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഒരു 3 ഡോട്ട്, വീണ്ടും ഒരു 3 ഡോട്ടിൻ്റെ കേസ് വരുന്നുണ്ട് കേട്ടോ. ഒരു 3 ഡോട്ടിൻ്റെ ഒരു കേസ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഓക്കെ, ഡോക്യുമെൻ്റ് എന്നാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്നുമില്ല, കുറച്ച് നേരം എടുക്കും. നെറ്റിൻ്റെ സ്പീഡിനൊക്കെ അനുസരിച്ച് ഒന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള സ്പീഡാണ്. ഓക്കെ, എല്ലാ സാധനവും ഒരു കാര്യം പോലും മിസ്സാകാതെ എല്ലാ ഡീറ്റെയിലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോറൽ ഇപ്സം എന്ന് എഴുതിയതിൻ്റെ കാരണം എന്ന് വെച്ചിട്ട് നമ്മളിവിടെ ഫയൽ ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ടുള്ള ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ ആ PDF. എന്നിട്ട് നമുക്ക് വേണ്ട ഏത് പോർഷനാണോ ആ പോർഷൻ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എബൌട്ട് മീ എന്നുള്ളതാണ് ആ ഒരു സെക്ഷൻ. ഇപ്പോൾ പേരാണെങ്കിൽ നമുക്ക് ആ പേരിൻ്റെ സെക്ഷൻ ഏത് വേണം നമുക്ക് സിമ്പിളായിട്ട് നോക്കി എനിക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇത്രയേ ഉള്ളൂ PDF എഡിറ്റ് ചെയ്യാൻ വേണ്ടി. അല്ല വേറെ ആപ്ലിക്കേഷൻസ് ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ ഒന്ന് എവിടെയെങ്കിലും അലൈൻമെൻറ്റൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ മാരകമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ചെറിയ എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന, വേടൊക്കെ അറിയാവുന്നവർക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിത് സേവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഫയലിൽ പോവാം. നേരെ ഡൗൺലോഡിൽ PDF എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, വെബ് എന്ന് പറഞ്ഞ സെക്ഷൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്. പിന്നെ PDF ഡോക്യുമെൻ്റ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, നേരെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഞാൻ എടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കാണിച്ചു തരാം. ഞാൻ എഡിറ്റ് ചെയ്ത രീതിയിലെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, PDF നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതേപോലെ അടിപൊളി ടിപ്സ് കൊണ്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ, താങ്ക്സ്.